ഏവർക്കും വിദ്യാസാഗറിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫിസിക്സിലെ മൂന്നാമത്തെ പാഠഭാഗമായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയെ കുറിച്ചാണ്. ഓക്കെ, ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മോഷൻ എന്തൊക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു എന്നാണ്. അപ്പോ എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു മാർക്കർ ഉണ്ട്. ഈ മാർക്കർ ഇപ്പൊ ഞാൻ അറ്റ് എ ഹൈറ്റിൽ നിന്നും താഴേക്ക് ഇടുന്നു. എന്ത് ചെയ്യുന്നു? ഇങ്ങനെ താഴേക്ക് ഇടുന്നു. ഓക്കെ, അപ്പോ ഈ ബോഡി എന്റെ കയ്യിലിരിക്കുമ്പോൾ ഈ ബോഡി ഡിസ്പ്ലേസ്മെന്റും ഒക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ഈ ബോഡി വർത്തിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ബോഡി എന്റെ ഈ കയ്യിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ബോഡിയുടെ കൺട്രോൾ എന്റെ കയ്യിലില്ല. പകരം പിന്നെ ഈ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ ഗ്രാവിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. എർത്ത് ഈ ബോഡിയിൽ പ്രയോഗിക്കുന്ന ഗ്രാവിറ്റി ആയിരിക്കും. സോ ആ ഗ്രാവിറ്റി ആയിരിക്കും ഇങ്ങനെ ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ, അല്ലെങ്കിൽ ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു ബോഡിയുടെ മോഷനിൽ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എർത്തിന്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. സോ നമുക്കറിയാം, ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും ഒരു ഫോഴ്സ് മുഖാന്തരം. അതിനാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഞാനിങ്ങനെ ഈ ഉയർത്തിയിടുന്ന ഈ മാർക്കർ പേനയെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് ഉപയോഗിച്ച് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഫോഴ്സ് മുഖാന്തരം ഈ വസ്തുവിനൊരു വെയിറ്റ് ലഭിക്കുന്നുണ്ട്. എന്ത് ലഭിക്കുന്നുണ്ട്? ഒരു വെയിറ്റ് ലഭിക്കുന്നുണ്ട്. എന്ത് ലഭിക്കുന്നുണ്ട്? ഒരു വെയിറ്റ് ലഭിക്കുന്നുണ്ട്. സോ ഗ്രാവിറ്റി മൂലം ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് വെയിറ്റ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റി മൂലം, എർത്തിന്റെ ഗ്രാവിറ്റി മൂലം ഈ ഒരു വസ്തുവിൽ, അല്ലെങ്കിൽ ഏതൊരു വസ്തുവിലും എർത്തിന്റെ ഗ്രാവിറ്റി മൂലം അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെയിറ്റ് എന്ന് പറയുന്നത്. W=mg എന്നൊക്കെ നിങ്ങൾ എഴുതി പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? സോ എർത്തിന്റെ ഗ്രാവിറ്റി മൂലം എർത്തിലുള്ള ഏതൊരു വസ്തുവിലും ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ബോഡി ഇങ്ങനെ എന്റെ കയ്യിൽ നിന്നും താഴേക്ക് വീഴുമ്പോൾ, അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിലേക്ക് ഇങ്ങനെ വീഴുമ്പോൾ ആ ബോഡിയിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അനുഭവപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ തൽഫലമായി ആ ഫോഴ്സ് മുഖാന്തരം എന്താണ്? ഒരു ഫോഴ്സ്, വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. തൽഫലമായി ആ ബോഡിയിൽ ഒരു ആക്സിലറേഷൻ അനുഭവപ്പെടുന്നുണ്ട്. എന്തനുഭവപ്പെടുന്നുണ്ട്? ഒരു ആക്സിലറേഷൻ അനുഭവപ്പെടുന്നുണ്ട്. ആ ആക്സിലറേഷൻ ആണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഗ്രാവിറ്റി അല്ലെങ്കിൽ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് മൂലം ആ വസ്തുവിൽ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ എർത്തിൽ എല്ലായിടത്തും ആ വാല്യൂ ഒരുപോലെയല്ല. പല സ്ഥലങ്ങളിലും പല വാല്യൂസ് ആയിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ താഴേക്ക് വീഴുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വീഴുന്ന ഏതൊരു വസ്തുവിലും ആക്സിലറേഷൻ അനുഭവപ്പെടുന്നുണ്ട്. അതൊരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആക്സിലറേഷൻ ആണ് നമുക്ക് പറയാൻ സാധിക്കും. സോ ഈ ഒരു സമയത്ത്, ഈ ഒരു പർട്ടിക്കുലർ ടൈം ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു ആക്സിലറേഷൻ അനുഭവപ്പെടുന്നു. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഈ ഒരു പൊസിഷനിൽ, ഈ ഒരു സമയത്ത് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ആക്സിലറേഷൻ അനുഭവപ്പെടുന്നു. ഇങ്ങനെ ഭൂമിയിലേക്ക് വീഴുന്ന എല്ലാ വസ്തുക്കളിലും ഒരു ഫിക്സഡ് ആക്സിലറേഷൻ, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അനുഭവപ്പെടുന്നുണ്ട്. സോ ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ എപ്പോഴും ഒരു ആക്സിലറേഷൻ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റും ആയിരിക്കും അല്ലേ? ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആയിരിക്കും. അതായത് എപ്പോഴും ഈ ഒരു ഫിക്സഡ് വാല്യൂയിലുള്ള ആക്സിലറേഷൻ അനുഭവപ്പെടുന്നുണ്ട്. സോ ഇങ്ങനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിലെപ്പോഴും എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു യൂണിഫോം ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. എന്താ ആക്ട് ചെയ്യുന്നുണ്ട്? യൂണിഫോം ആയിട്ട് ഒരു ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ബോഡി ഈസ് സെഡ് ടു ബി ഇൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ആക്സിലറേഷൻ ഈ ബോഡിയിൽ എപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്, ഭൂമിയിലേക്ക് വീഴുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ബോഡി എന്തിനാണെന്ന് പറയാം? ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിലായിരിക്കുന്ന ഒരു ബോഡിയുടെ കേസിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇക്വേഷൻസ് ഓഫ് മോഷൻസ് പറഞ്ഞു അല്ലേ? ഒരു 4 ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡിയുടെ കേസിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷന്റെ കാര്യം പറഞ്ഞു. സോ എർത്തിലേക്ക് വീഴുന്ന ഏതൊരു വസ്തുവിന്റെയും കാര്യത്തിൽ, അല്ലെങ്കിൽ എർത്തിൽ നിന്ന് മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ താഴേക്ക് വീഴുന്ന ഏതൊരു വസ്തുവിന്റെയും കാര്യത്തിൽ നമുക്ക് ഈ
ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാൻ കഴിയും. കാരണം എന്താണ്, ഈ വസ്തുക്കളുടെ ഒക്കെ മോഷൻ എന്ന് പറയുന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് ആണ്. സോ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിലാണ്. സോ ഇങ്ങനെയുള്ള വസ്തുക്കളുടെ കാര്യത്തിലെല്ലാം നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. സോ ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള മോഷന്റെ കേസിൽ നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു 3 കേസാണ്. ഈ 3 കേസ് ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് സൈൻ കൺവെൻഷൻസ് ഉണ്ട്. എന്തുണ്ട്? കുറച്ച് സൈൻ കൺവെൻഷൻ ഉണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ആക്സലറേഷൻ എന്നൊക്കെ പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. സോ അതൊരു സൈൻ വേണം. നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെന്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ആക്സലറേഷൻ അല്ലെങ്കിൽ ഈ വെലോസിറ്റി എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ വെക്ടർ ക്വാണ്ടിറ്റീസിന് നമ്മൾ ഡയറക്ഷൻ സൂചിപ്പിക്കണം. സോ അപ്വേർഡ് മൂവ്മെന്റിന് നമ്മൾ സൂചിപ്പിക്കുന്ന ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവും, ഡൗൺവേർഡ് മൂവ്മെന്റിന്റെ ക്വാണ്ടിറ്റീസ് വെക്ടർ ക്വാണ്ടിറ്റീസിൽ നമ്മൾ സൂചിപ്പിക്കുന്ന സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് സൈനും ആയിരിക്കും. അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. നമ്മൾ ഒരു അപ്വേർഡ് മൂവ്മെന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് സൈൻ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ ആയിരിക്കണം. ഇത് മനസ്സിലൊന്ന് ഓർത്ത് വയ്ക്കുക. കാരണം ഈ ടോപ്പിക്കിൽ സൈൻ കൺവെൻഷന് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. ഈ സൈൻ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, ആ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള വെക്ടർ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ ആണ് എന്ത് സൂചിപ്പിക്കുന്നത്, ഈ ഒരു സൈൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലെങ്കിൽ ഒരു റെക്ടിലീനിയർ മോഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സൈൻ കൊണ്ട് സൂചിപ്പിച്ചാൽ മതി. പക്ഷേ പകരം ഒരു 3 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ വേറെ റെപ്രസെന്റേഷൻസ് വേണ്ടി വരും. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കുവാനുണ്ട്. സോ അത് നമുക്ക് അവിടെ പഠിക്കാം. സോ ഇപ്പൊ നമുക്ക് ഇവിടെ ഈ സൈൻ കൺവെൻഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആവാൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഡീൽ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആക്സലറേഷൻ അല്ലെങ്കിൽ വെലോസിറ്റീസ് എന്നൊക്കെ പറയുന്ന ക്വാണ്ടിറ്റീസ് വെക്ടർ ക്വാണ്ടിറ്റീസ് ആയതുകൊണ്ടാണ്. സോ ഞാനിവിടെ ഒരു 3 കേസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് അപ്വേർഡ് മോഷന്റെ കേസാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബോഡി കൺസിഡർ ചെയ്യുന്നു. ആ ബോഡി ഇതാ ഇവിടെ ഉണ്ട്. അതിന് ഞാൻ ഇങ്ങനെ എന്റെ കയ്യിലിരിക്കുന്ന ഒരു ബോഡി ഞാൻ ഇതിനൊരു ഫോഴ്സ് കൊടുത്ത് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി വിടുവാണ് അല്ലെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ എറിയുവാണ്. സോ ഞാൻ ഈ ബോഡി ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. ഈ ബോഡി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അപ്വേർഡ് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു ബോഡി കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഈ ബോഡി ഇങ്ങനെ എറിയുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ എറിയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടായിരിക്കും. ഇനിഷ്യൽ വെലോസിറ്റി ഞാൻ ഇവിടെ u എന്ന് കൊടുക്കുന്നു അല്ലെങ്കിൽ v0 എന്ന് കൊടുക്കാം. ഇനിഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? എപ്പോഴും ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഇനിഷ്യൽ വെലോസിറ്റി വാല്യൂ ഉണ്ടായിരിക്കും അല്ലേ. സോ ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഓൾവേസ് പോസിറ്റീവ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം എന്താണ്, ഈ ഇനിഷ്യൽ വെലോസിറ്റി ഞാൻ ഈ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഫോഴ്സ് മൂലം ആ വസ്തുവിനുണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മുകളിലേക്ക് നമ്മൾ മെഷർ ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനും നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കണം. അതുപോലെ നമ്മൾ താഴേക്ക് മെഷർ ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനും നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. സോ നമ്മുടെ ഈ ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് എപ്പോഴും ആക്ട് ചെയ്യുന്നത്, ഈ ഒരു കേസിൽ ആക്ട് ചെയ്യുന്നത് എപ്പോഴും അപ്വേർഡ് ആയിട്ടായിരിക്കും. കാരണം ഈ ബോഡി മൂവ് ചെയ്യുന്ന അപ്വേർഡ് ആണ്. സോ ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്ന അപ്വേർഡ് ആണ്. സോ ഞാൻ അതിനെ പോസിറ്റീവ് വാല്യൂ കൊണ്ട് സൂചിപ്പിക്കുന്നു. അതിനൊരു പോസിറ്റീവ് ഫൈനൈറ്റ് വാല്യൂ ഉണ്ടെന്ന് ഞാൻ പറയുന്നു. അതുപോലെ ഞാൻ ഇവിടെ ഒരു ഫൈനൽ വെലോസിറ്റിയും പറയുവാണ്. ഇവിടെ ഒരു ഫൈനൽ വെലോസിറ്റി പറയുമ്പോൾ നമുക്കറിയാം ഈ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ മാക്സിമം ആയിരിക്കും. ഞാൻ ഇങ്ങനെ എറിയുമ്പോൾ മാക്സിമം ആയിരിക്കും. പക്ഷെ മുകളിലേക്ക് പോകുന്നതോറും ആ വെലോസിറ്റി എന്ന് പറഞ്ഞ് കുറഞ്ഞു വരും. എന്നിട്ട് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സമയം എത്തുമ്പോഴത്തേക്കും ആ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി v എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഫൈനൽ വെലോസിറ്റി ഇങ്ങനെയുള്ള മോഷനിൽ 0 ആണെന്ന് നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ഞാൻ പറയുന്നു ഈ ഫൈനൽ പൊസിഷൻ മുതൽ ഇനിഷ്യൽ പൊസിഷൻ വരെ ഈ ബോഡി സഞ്ചരിച്ച ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അതിനെ ഞാൻ h ആണെന്ന് സൂചിപ്പിക്കുന്നു. എന്താണ് സൂചിപ്പിക്കുന്നു? h ആണെന്ന് സൂചിപ്പിക്കുന്നു. h ആണെന്ന് സൂചിപ്പിക്കാൻ കാരണം എന്താണ്? ഇത് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസ്പ്ലേസ്മെന്റ് s-നെ ഞാൻ h കൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഈ h എന്ന് പറയുന്നത് എപ്പോഴും ഏത് ഡയറക്ഷൻ ആയിരിക്കും? അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. സോ അതിനെ ഞാൻ പോസിറ്റീവ് കൊണ്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇതൊരു അപ്വേർഡ് മൂവ്മെന്റ് ആണ്. ഈ കല്ല് അല്ലെങ്കിൽ ഞാൻ ഈ മുകളിലേക്ക് എറിയുന്ന വസ്തു പോയിട്ട് താഴേക്ക് വരും. പക്ഷേ താഴേക്ക് വരുമ്പോൾ അത് ഡൗൺവേർഡ് മൂവ്മെന്റ് ആവും. അതിപ്പോൾ നമ്മൾ പറയുന്നില്ല, അത് നമ്മൾ പിന്നീട് പറയും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ അപ്വേർഡ് മൂവ്മെന്റ് മാത്രം കൺസിഡർ ചെയ്യുന്നു. അപ്വേർഡ് മൂവ്മെന്റ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ h കൊണ്ട് സൂചിപ്പിക്കുന്നു. അതിനൊരു പോസിറ്റീവ് വാല്യൂ കൊടുക്കുന്നു. പോസിറ്റീവ് വാല്യൂ കൊടുക്കാൻ കാരണം എന്താണ്? ഇത് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ആണ്. അല്ലെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ പോസിറ്റീവ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്വേർഡ് ആയിട്ടുള്ള എല്ലാ വെക്ടർ ക്വാണ്ടിറ്റീസ് നമ്മൾ പോസിറ്റീവ് കൊടുക്കണം. ഡൗൺവേർഡ് ആയിട്ടുള്ള വെക്ടർ ക്വാണ്ടിറ്റീസിന് നമ്മൾ എന്ത് കൊടുക്കണം? നെഗറ്റീവ് കൊടുക്കണം. ഇനി നമ്മൾ ഈ കേസിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ വാല്യൂ പറയാൻ പോവാണ്. ഈ കേസിൽ ജിക്ക് ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ടായിരിക്കും അല്ലേ. ജിക്ക് തീർച്ചയായിട്ടും ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ടായിരിക്കും.
ആ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഈ വാല്യൂ നെഗറ്റീവ് ആവാൻ കാരണം എന്താണ്? നമ്മുടെ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ആയിരിക്കും. ഒരു വസ്തു മുകളിലേക്ക് സഞ്ചരിച്ചാലും താഴേക്ക് സഞ്ചരിച്ചാലും ഒക്കെ ആ വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എങ്ങോട്ടേക്കായിരിക്കും? താഴേക്കായിരിക്കും, അല്ലെങ്കിൽ ഡൗൺവേർഡ് ആയിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഒരു ബോഡിയിൽ എപ്പോഴും ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും താഴേക്കാണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ജിയുടെ വാല്യൂ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. ജിയുടെ വാല്യൂ എല്ലാ കേസിലും നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഈ വാല്യൂസ് വെച്ചുകൊണ്ട് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ നമ്മൾ പറയാൻ പോവുകയാണ്. നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ v = u + at അല്ലെങ്കിൽ vt = v0 + at എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നു നമ്മുടെ ഈ v എന്ന് പറയുന്നത് നമ്മുടെ 0 ആയിട്ടാണ് എടുത്തത്. ആ 0 എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ പോയിന്റിൽ ഈ ബോഡി വന്ന് സ്റ്റോപ്പ് ആയിട്ട് പിന്നെ താഴേക്ക് വീഴുന്ന പോയിന്റ് ആണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ v എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷെ ഞാൻ ആ പോയിന്റ് കൺസിഡർ ചെയ്യുന്നില്ല, പകരം അതിന് മുന്നേ ഉള്ള മറ്റൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഈ ബോഡി സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള മറ്റൊരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ഇവിടെ v എന്ന് വിക്ക് ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടായിരിക്കും. അതെന്ത് വാല്യൂ ആയിരിക്കും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കില്ലേ? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. കാരണം എന്താണ്? അപ്പോഴും ഈ ഫൈനൽ വെലോസിറ്റി v എന്ന് പറയുന്ന അപ്വേർഡ് ആയിട്ടായിരിക്കും പോകുന്നത്. കാരണം ബോഡി ഇങ്ങനെ അപ്വേർഡ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് അപ്വേർഡ് ആണ്. സോ അതിന്റെ വാല്യൂ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലേ? സോ വി ക്യാൻ ബി പോസിറ്റീവ് ഓൺലി അറ്റ് ദാറ്റ് ടൈം. സോ വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ഇനി നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി u കൺസിഡർ ചെയ്യുന്നു. u നമ്മൾ പറഞ്ഞു u എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. ഇനി നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സലറേഷനെ കുറിച്ച് പറയുകയാണ്, ജിയെ കുറിച്ച് പറയുകയാണ്. ആ ജി വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ആക്സലറേഷൻ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത് താഴേക്കാണ്. സോ ഈ എക്ക് നമ്മൾ എന്ത് കൊടുക്കാം? -g എന്ന് കൊടുത്തൂടെ? ജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ ഇവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗ്രാവിറ്റി മൂലം ഉണ്ടാകുന്ന ആക്സലറേഷൻ ആണ്. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് -g × t എന്ന് എഴുതാൻ സാധിക്കും. സോ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനെ അപ്വേർഡ് കേസിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ സാധിക്കും? v = u - gt എന്ന് എഴുതാൻ സാധിക്കും. സോ നമുക്ക് അടുത്ത സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മുടെ s = ut + ½ at² എന്ന് പറയുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടെയും നമ്മുടെ ഈ അപ്വേർഡ് മോഷന്റെ കേസിലെ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ ഇവിടുത്തെ s എന്ന് പറയുന്നത് എന്താണ്? s എന്ന് പറയുന്നത് h ആണ്, കറസ്പോണ്ടിങ് ഹൈറ്റ് ആണ് അല്ലേ? സോ hന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം നമ്മുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് അപ്വേർഡ് ആണ്. സോ അപ്വേർഡ് മൂവ്മെന്റ് പോസിറ്റീവ് വാല്യൂ കൊടുക്കുന്നു. അതുപോലെ u എന്ന് പറയുന്നത് നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി, അതും പോസിറ്റീവ് ആണ്, അപ്വേർഡ് ആണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. സോ u × t. ഓക്കെ, പ്ലസ് ഇനി ഹാഫ്. ഓക്കെ, ഹാഫ് ഉണ്ട്. ഇനി a എന്ന് പറയുന്നത് നമ്മുടെ ആക്സലറേഷൻ ആണ്. ദാറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ് ഓൾവേസ്. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് -g. കാരണം നമ്മൾ -g എന്നല്ല എഴുതേണ്ടത്, ഇവിടെ നമ്മൾ -g എന്ന് എഴുതി. സോ -g × t² എന്ന് എഴുതാൻ സാധിക്കും. സോ ഇതിനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? = ut - ½ gt². സോ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് h = ut - ½ gt² എന്ന് റീറൈറ്റ് ചെയ്യുവാനായിട്ട് കഴിയും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് v² - u² = 2as എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇവിടെ നമ്മുടെ കറസ്പോണ്ടിങ് അപ്വേർഡ് മോഷനിലെ വാല്യൂസ് കൊടുക്കുന്നു. ഫൈനൽ വെലോസിറ്റിക്ക് നമ്മൾ പറഞ്ഞു ഫൈനൽ വെലോസിറ്റി 0 ആണ്. പക്ഷെ അതിന് മുമ്പേ ഉള്ള മറ്റൊരു പൊസിഷനിലെ ഫൈനൽ വെലോസിറ്റി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് v². വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അതെന്ത് തന്നെ ആയാലും ഈ വാല്യൂ എന്ന് പറയുന്നത് v² ആയതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് തന്നെ ആയിരിക്കും. സോ അതുപോലെ ഈ u എന്ന് പറയുന്ന പോസിറ്റീവ് ആണ്. സോ u² തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 2 × a എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ഇവിടെ. സോ g = നെഗറ്റീവ് ആണ്. സോ -g × s എന്ന് എഴുതാം. s എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ആണ്. സോ v² - u² നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? -2gh എന്ന് എഴുതാൻ സാധിക്കും. എങ്ങനെ എഴുതാൻ സാധിക്കും? v² - u² = -2gh എന്ന് എഴുതുവാനായിട്ട് സാധിക്കും. അപ്പോൾ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് v² - u² = 2as എന്ന് പറയുന്നതിന് നമ്മുടെ അപ്വേർഡ് മോഷൻ കൺസിഡർ ചെയ്താൽ അതിനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? v² - u² = -2gh എന്ന് എഴുതുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? v² = u² - 2gh എന്നും ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമ്മുടെ അടുത്ത ഇക്വേഷൻ ഡിസ്റ്റൻസ് ട്രാവൽഡിന്റെ പർട്ടിക്കുലർ സെക്കൻഡ് sn ആണ്. sn = v0 അല്ലെങ്കിൽ v0ക്ക് പകരം നമുക്ക് u എന്ന് കൊടുത്താലും മതി. u +
ഹാഫ് എ ഇൻറ്റു 2n മൈനസ് 1 എന്നാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ നമുക്ക് ഇതിനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? യു എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ എന്തായിരിക്കും? യു എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എസ് എന്ന് പറയുന്നത് എച്ച് ആയിരിക്കും അല്ലേ. എസ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. നമ്മൾ അതിനെ എച്ച് എന്ന് കൊടുക്കുന്നത്. എച്ച് പോസിറ്റീവ് ആണ്. യു എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് യു. ദെൻ ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് മൈനസ് ജി ആയിരിക്കും. ഇൻറ്റു 2n മൈനസ് 1 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? യു മൈനസ് ഹാഫ് ജി ഇൻറ്റു 2n മൈനസ് 1 എന്ന് എഴുതാൻ സാധിക്കും അല്ലേ. സോ നാലാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും? എച്ച് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എച്ച് എൻ എന്ന് കൊടുത്താലും കുഴപ്പമില്ല. എച്ച് എൻ ഈസ് ഈക്വൽ ടു യു മൈനസ് ഹാഫ് ജി ഇൻറ്റു 2n മൈനസ് 1 എന്ന് എഴുതാനായിട്ട് സാധിക്കും. സോ നമ്മുടെ അപ്വേർഡ് മോഷനിൽ നമ്മുടെ 4 ഇക്വേഷൻ ഓഫ് മോഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, റീറൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി നമുക്ക് കറസ്പോണ്ടിങ് പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് കൊടുത്ത് വി ഇസിക്കൽ ടു യു മൈനസ് ജി ടി എന്നും, രണ്ടാമത്തെ ഇക്വേഷൻ എസ് ഇസിക്കൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിനെ എച്ച് ഇസിക്കൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്നും, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസിക്കൽ ടു 2as-നെ വി സ്ക്വയർ ഇസിക്കൽ ടു യു സ്ക്വയർ മൈനസ് 2gh എന്നും, അതുപോലെ നാലാമത്തെ ഇക്വേഷൻ എസ് എൻ ഇസിക്കൽ ടു യു പ്ലസ് ഹാഫ് എ ഇൻറ്റു 2n മൈനസ് 1-നെ എച്ച് എൻ ഇസിക്കൽ ടു യു മൈനസ് ഹാഫ് ജി ഇൻറ്റു 2n മൈനസ് 1 എന്നും എഴുതുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഇവിടുത്തെ സൈൻ കൺവെൻഷൻ മാത്രമാണ്. നമ്മൾ മുകളിലേക്ക് മെഷർ ചെയ്യുന്ന അപ്വേർഡ് മോഷനെ സംബന്ധിച്ചിടത്തോളം മുകളിലേക്ക് മെഷർ ചെയ്യുന്ന എല്ലാ വെക്ടർ ക്വാണ്ടിറ്റീസിനും നമ്മൾ എന്ത് കൊടുക്കണം? പോസിറ്റീവ് സൈൻ കൊടുക്കണം. അതുപോലെ താഴേക്ക് മെഷർ ചെയ്യുന്ന ഒരേ ഒരു ക്വാണ്ടിറ്റി മാത്രമേ ഇവിടെ ഉള്ളൂ, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതിന് നമ്മൾ എന്തും കൊടുക്കും? നെഗറ്റീവും കൊടുക്കും. സോ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലെ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ വരുന്ന ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് മെഷർ ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനും പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുക, താഴേക്ക് മെഷർ ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനും നമ്മൾ എന്ത് കൊടുക്കുക? നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുക. സോ അടുത്ത് നമ്മൾ ഡൗൺവേർഡ് മോഷൻ പറയുകയാണ്. ഡൗൺവേർഡ് മോഷനിലെ ഒരു ഹൈറ്റിൽ നിന്ന് ഒരു ബോഡി നമ്മളിങ്ങനെ ഭൂമിയിലേക്ക് വീഴുന്ന എക്സാമ്പിൾ ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻസ് എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് നോക്കണം. സോ ഇങ്ങനെ ഒരു കേസിൽ ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. പക്ഷേ ഫൈനൽ വെലോസിറ്റി ഒരിക്കലും 0 ആയിരിക്കത്തില്ല. അതിനൊരു പർട്ടിക്കുലർ വാല്യൂ എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബോഡി ഇങ്ങനെ വീഴുന്ന കേസാണ് കൺസിഡർ ചെയ്തത്. അതുപോലെ നമ്മളൊരു ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് എറിയുന്ന ഒരു കേസ് കൺസിഡർ ചെയ്താൽ അവിടെ ഒരിക്കലും നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആവത്തുമില്ല. സോ അങ്ങനെ ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി ഒരിക്കലും 0 ആവില്ല. അതിനെപ്പോഴും ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടായിരിക്കും. സോ ആ വാല്യൂസിന്റെ സൈൻ കൺവെൻഷൻ ആണ് നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മളിങ്ങനെ ഒരു താഴേക്കുള്ള ഡൗൺവേർഡ് മോഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അപ്വേർഡ് മോഷനിലെ ക്വാണ്ടിറ്റീസ് നമ്മൾ പോസിറ്റീവ് സൈനും ഡൗൺവേർഡ് മോഷനിലെ ക്വാണ്ടിറ്റീസ് നമ്മൾ നെഗറ്റീവ് സൈനും എപ്പോഴും കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഡൗൺവേർഡ് മോഷൻ ആണ്. സോ ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? ഡൗൺവേർഡ് ആണല്ലേ. ഈ ബോഡി മൂവ് ചെയ്യുന്ന താഴേക്കാണ്. സോ ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാണ്. സോ ഇതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും താഴേക്കായിരിക്കും. സോ അതെപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും അല്ലേ. അതുപോലെ ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി വി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. അതും എങ്ങോട്ട് തന്നെ ആയിരിക്കും? താഴേക്ക് തന്നെ ആയിരിക്കത്തില്ലേ. അത് ബോഡി ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ ഫൈനൽ വെലോസിറ്റി എപ്പോഴും ഇങ്ങോട്ടായിരിക്കും. സോ അതിന് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എസ് കണക്കാക്കിയാൽ എന്തായിരിക്കും? ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ എച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനും എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ മൈനസ് എച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാരണം എന്താണ്? ഈ മോഷൻ എന്ന് പറയുന്നത് താഴോട്ടാണ്. സോ ഈ ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടായിരിക്കും, അതിന്റെ ഡയറക്ഷൻ താഴോട്ടാണ്. സോ അതിന് മൈനസ് എച്ച് എന്ന് കൊടുക്കാൻ സാധിക്കും. സോ ഇനി ഈ വാല്യൂസ് വെച്ചിട്ട് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ നോക്കാം. സോ വി ഇസിക്കൽ ടു യു പ്ലസ് എ ടി. ഇതിൽ നമ്മുടെ ഈ ഒരു മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ മൈനസ് വി എന്ന് എഴുതാം. അതുപോലെ ഇനിഷ്യൽ വെലോസിറ്റി നെഗറ്റീവ് ആണ്. സോ മൈനസ് യു എന്ന് എഴുതാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം അത് എപ്പോഴും ആക്ട് ചെയ്യുന്ന താഴേക്കാണ്. സോ ദാറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ. സോ എക്ക് വരെ നമുക്ക് മൈനസ് ജി എന്ന് കൊടുക്കാം, മൈനസ് ജി ഇൻറ്റു ടി എന്ന് കൊടുക്കാം. ഓക്കെ, സോ മൈനസ് ബി ഇസിക്കൽ ടു മൈനസ് യു മൈനസ് ജി ടി എന്ന് കൊടുക്കാം. ഇതിന് നമുക്ക് ഒന്നുകിൽ -1 കോമൺ എടുത്ത് വെട്ടിക്കളയുക, അല്ലെങ്കിൽ ഒരു -1 കൊണ്ട് പൂർണ്ണമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി എന്ന് കിട്ടും. ഓക്കെ അല്ലേ. സോ ഈ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അടുത്തേക്ക് കൊടുക്കുന്നു. എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് എന്ന് പറയുന്നത് മൈനസ് എച്ച് ആണ് അല്ലേ. അതുപോലെ യു എന്ന് പറയുന്നത് മൈനസ് യു ആണ് ഇൻറ്റു ടി പ്ലസ് ഹാഫ് കൊടുക്കുന്നു. എ എന്ന് പറയുന്നത് മൈനസ് ജി ടി ആണ് ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ, ഇവിടെ നമ്മൾ അങ്ങനെ തന്നെയാണ്. ഇവിടെ ദാണ്ട ഈ ഒരു മൈനസ് ഉണ്ട്, ഇൻറ്റു മൈനസ് ഉണ്ട്. ഈ മൈനസ് എന്ന് പറയുന്നത് എവിടെ വരും? ഈ പ്ലസിന് പകരം വരും. സോ മൈനസ് നമുക്ക് ഇവിടെ ഇടുവാൻ സാധിക്കും. ഇനി നമ്മൾ ഒരു മൈനസ് കൊണ്ട് പൂർണ്ണമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എച്ച് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. ഇവിടെയും ഫൈനൽ വെലോസിറ്റി
എന്താണ് നെഗറ്റീവ് ആണ്, ഇനിഷ്യൽ വെലോസിറ്റി നെഗറ്റീവ് ആണ്. പക്ഷേ അതിന്റെ രണ്ടിന്റെ സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് ആ നെഗറ്റീവ് വാല്യൂസിന് ഇമ്പോർട്ടൻസ് വരുന്നില്ല. കാരണം മൈനസ് ബിയുടെ സ്ക്വയർ എടുത്താൽ എപ്പോഴും പ്ലസ് ബി സ്ക്വയർ അല്ലേ വരുള്ളൂ. സോ ഇവിടെ നമുക്ക് സ്ക്വയർ എടുത്താലും കിട്ടുന്ന പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. സോ ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് നമുക്ക് ആ വാല്യൂസിന് എഴുതാൻ സാധിക്കും. ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എയുടെ വാല്യൂ എന്താണ്, ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൂലമുള്ള ആക്സലറേഷൻ ദാറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. സോ മൈനസ് ജി ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് പറയുന്നത് എന്താണ്, എസ് എന്ന് പറയുന്നത് മൈനസ് എച്ച് ആയിരിക്കും അല്ലേ. സോ മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു 2gh എന്ന് എഴുതാൻ സാധിക്കും. അതായത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നമ്മുടെ ഡിസ്റ്റൻസ് ട്രാവലിന്റെ പെർട്ടിക്കുലർ ടൈം എന്ന് പറയുന്നത് എസ് എൻ ഈസ് ഈക്വൽ ടു യു പ്ലസ് ഹാഫ് എ ഇൻറ്റു 2n-1 ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. എസിന് പകരം നമ്മൾ എച്ച് ആണ് കൊടുക്കുന്നത്. സോ ഇവിടെ നെഗറ്റീവ് ആണ് എച്ച് എന്ന് പറയുന്നത്, മൈനസ് എച്ച് എൻ എന്ന് കൊടുക്കുന്നു. യു എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, സോ വിച്ച് ഇസ് മൈനസ് യു പ്ലസ് ഹാഫ് കൊടുക്കുന്നു. മൈനസ് ജി ആണ് എ എന്ന് പറയുന്നത് ഇൻറ്റു 2n-1 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. സോ നേരത്തെ പോലെ തന്നെയാണ് ഇവിടെ ഒരു മൈനസ് ജി ഉണ്ട്, ആ മൈനസ് എന്ന് പറയുന്നത് ഇവിടെ വരും. ഓക്കെ, സോ മൈനസ് എന്ന് ഇവിടെ എഴുതാൻ സാധിക്കും. ഓക്കെ, സോ ഈ മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും, എച്ച് എൻ എന്ന് പറയുന്നത് യു പ്ലസ് ഹാഫ് ജി ഇൻറ്റു 2n-1 എന്ന് എഴുതാൻ സാധിക്കും. സോ നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മുടെ ഡൗൺവേർഡ് കേസിൽ നമ്മൾ എഴുതി കഴിഞ്ഞു, അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അവ ഏതൊക്കെയാണ്, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി, എച്ച് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh, അതുപോലെ തന്നെ എച്ച് എൻ ഇസ് ഈക്വൽ ടു യു പ്ലസ് ഹാഫ് ജി ഇൻറ്റു 2n-1 ഇവയാണ്. സോ നമ്മുടെ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിലെ നമ്മുടെ മൂന്നാമത്തെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, വിച്ച് ഈസ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷൻ ആണ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ അപ്വേർഡ് മോഷൻ പറയുന്നുണ്ട്, ഡൗൺവേർഡ് മോഷൻ പറയുന്നുണ്ട്. നേരത്തെ രണ്ട് കേസിൽ നമ്മൾ ആദ്യം പറഞ്ഞു അപ്വേർഡ് മോഷൻ, രണ്ടാമത് ഡൗൺവേർഡ് മോഷൻ പറഞ്ഞു. അതുപോലെ മൂന്നാമത്തേതാണ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷൻ. ഓക്കെ, ഇനി ഈ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷനിൽ തന്നെ 3 കേസുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ആദ്യം ഒരു കേസ് കൺസിഡർ ചെയ്യുന്നു. ഒരു ബോഡി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ എറിയുവാണ്, ഒരു മുകളിലേക്ക് എറിഞ്ഞു. ആ ബോഡി ഇതാ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്ന് നിന്നു. ഓക്കെ, അറ്റ് എ പർട്ടിക്കുലർ ഹൈറ്റിൽ ആ ബോഡി വന്ന് നിന്നു എന്ന് വയ്ക്കുക. ഇങ്ങനെ ഒരു കേസ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇത് കേസ് 1 ആണ്. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു കേസ് കൺസിഡർ ചെയ്യുന്നു. ഞാനിങ്ങനെ ഒരു ബോഡി ഇങ്ങനെ മുകളിലേക്ക് എറിഞ്ഞു, ആ ബോഡി ഇങ്ങനെ മുകളിൽ പോയി, എന്നിട്ട് എന്ത് ചെയ്തു, അതേപോലെ എന്ത് ചെയ്തു, താഴെ എറിഞ്ഞ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ആ ഒരു കേസ്, ഇത് കേസ് 2 ആണ്. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു കേസ് കൺസിഡർ ചെയ്യുന്നു. ആ കേസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ബോഡിയെ പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്നാണ് എറിയുന്നത്, പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് എറിയുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കേസ് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത് മൂന്നാമത്തെ കേസാണ്. ഓക്കെ, ഇത് മൂന്നാമത്തെ കേസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നിലും നമ്മുടെ ആക്സലറേഷന്റെ ഒക്കെ നമ്മുടെ വാല്യൂസ്, അതിന്റെ സൈൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മളിവിടെ റീറൈറ്റ് ചെയ്ത് എഴുതുന്നില്ല, പകരം ഓരോന്നിന്റെയും സൈൻ എങ്ങനെയാണെന്ന് മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. നമ്മളിവിടെ ഒരു ആദ്യത്തെ മോഷൻ കൺസിഡർ ചെയ്യുകയാണ്. ഞാൻ ഈ ഒരു ബോഡി, എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബോഡി ഞാൻ ഇങ്ങനെ മുകളിലേക്ക് എറിയുന്നു. എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ എറിയുവാണ്. മുകളിലേക്ക് എറിഞ്ഞ ശേഷം ഈ ബോഡി ഇങ്ങ് താഴെ എത്തുന്നില്ല, പകരം ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ചെന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെക്കാം. അങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദാ ഞാനിപ്പോൾ ഈ ബോഡി ഇങ്ങനെ മുകളിലേക്ക് എറിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. കാരണം ഈ ബോഡിയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് അപ്വേർഡ് ആണ്. സോ അപ്വേർഡ് മോഷനിൽ നമ്മുടെ വെലോസിറ്റി നമ്മൾ പോസിറ്റീവ് എടുക്കണം. സോ യു ഇസ് ഈക്വൽ ടു പോസിറ്റീവ്. അതുപോലെ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എസ് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, ഡിസ്പ്ലേസ്മെന്റ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാ ഞാൻ ഈ ഒരു മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ദാ ഇവിടം വരെ ദാ ഇങ്ങനെ ഈ ബോഡി മൂവ് ചെയ്യുവാണ്. ദാ ഈ ബോഡി ഇവിടം വരെയാണ് വന്ന് നിന്നതല്ലേ. സോ ഞാൻ ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. സോ ദാ ഈ ബോഡി ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ബോഡി ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടാണ് ഇവിടെ വരെ വന്നതല്ലേ. സോ ഇങ്ങോട്ട് ഈ ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് +10 മീറ്റർ. കാരണം ഇത് അപ്വേർഡ് ഡയറക്ഷനാണ്, +10 മീറ്റർ. അത് ഇവിടം വരെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ബോഡി ഇവിടെ നിന്ന് താഴേക്കും വരുന്നില്ലേ, അതെന്ന് പറയുന്നത് എത്രയാണ്, -10 മീറ്റർ ആണ്. ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും അല്ലേ. ഇത് +10 മീറ്റർ ആയിരിക്കും, ഇത് -10 മീറ്റർ ആയിരിക്കും എന്ന് വെച്ചോളൂ. ഓക്കെ, സോ അത് രണ്ടും എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും. ഇനി അതിന്റെ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, ഇത് മാത്രമായിരിക്കും. ഇത് ഞാൻ എച്ച് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എച്ച് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഡിസ്പ്ലേസ്മെന്റ് രണ്ടും ക്യാൻസൽ ആയി പോകും. കാരണം ഒന്ന് അപ്വേർഡ് മോഷൻ ആണ്, മറ്റൊന്ന് ഡൗൺവേർഡ് മോഷൻ ആണ്. ഈക്വൽ മാഗ്നിറ്റ്യൂഡിൽ അപ്വേർഡ് മോഷൻ ഡൗൺവേർഡ് മോഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് മോഷൻ ഡിസ്പ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും. സോ ഈ +10 ഈ -10 കൂടെ ക്യാൻസൽ ആയി പോകും. പകരം ബാക്കി എന്തോ വരുള്ളൂ, ഈ ബാക്കി ഇത്രയുള്ള ഈ ഡിസ്പ്ലേസ്മെന്റ് വരുള്ളൂ. അതിനെ ഞാൻ എച്ച് ആയിട്ട് കൺസിഡർ കഴിഞ്ഞാൽ ഈ എച്ച് എന്ന് പറയുന്നത് ഇത്ര മാത്രമായിരിക്കും. അത് എപ്പോഴും ഏത് ഡയറക്ഷൻ ആയിരിക്കും, അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷൻ അല്ലേ. ഈ ഡിസ്പ്ലേസ്മെന്റ് ഇത്ര മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല, അങ്ങോട്ടുള്ള ക്യാൻസൽ ആയി പോയി. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, അതെന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. സോ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് പോസിറ്റീവ്.
ഓക്കെ അല്ലേ? ഇവിടെ ഞാൻ എന്താ ഇങ്ങനെ ഒരു ഫിഗർ ആണ് വരച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫിഗർ ആണ് വരയ്ക്കുന്നില്ല. ഒരിക്കലും നമ്മുടെ ഒരു മോഷനെ ഇങ്ങനെയല്ല നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു കല്ലിന് മുകളിലേക്ക് എറിയുകയാണ്, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ അത് മുകളിലേക്ക് വന്നു, എന്നിട്ട് അത് താഴേക്ക് വരുന്ന എങ്ങോട്ട് തന്നെയായിരിക്കും? ആ ഡയറക്ഷനിൽ കൂടി തന്നെയായിരിക്കും. അങ്ങനെയുള്ള മോഷൻ ആ ഡയറക്ഷനിൽ കൂടെ ആയിരിക്കും എന്ന് വെച്ചാൽ ആ തരത്തിലുള്ള മോഷനാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. അങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻ മോഷനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, പകരം ഈ ഒരു കല്ല് ഞാൻ ഇവിടെ നിന്ന് എറിയുന്നു, എന്നിട്ട് അത് ഇവിടെ എത്തി, പകരം അത് മറ്റൊരു പാത്തിൽ കൂടി ട്രാവൽ ചെയ്താണ് ഇവിടെ എത്തിയെങ്കിൽ അവിടെ നമ്മുടെ മോഷൻ മാറി. മോഷനെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, അത് മോഷനെ പ്ലെയിൻ ആയിട്ട് മാറും. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം വരച്ചേക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ എങ്ങനെയായി പോകും? ഇങ്ങനെ ആയി പോകും. നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിന് അപ്വേർഡ് മോഷൻ ഉണ്ടാവും, ഡൗൺവേർഡ് മോഷൻ ഉണ്ടാവും. സോ അതിനെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരച്ചിരിക്കുന്നത്. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കണേ. ഇനി ഞാനിവിടെ അടുത്ത ഫൈനൽ വെലോസിറ്റിയെ കുറിച്ച് പറയാൻ പോകണം. ഫൈനൽ വെലോസിറ്റി ഞാൻ പറയുകയാണ്. നമ്മുടെ ഫൈനൽ വെലോസിറ്റി ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു. ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഫൈനൽ പൊസിഷൻ ഞാൻ ഇവിടെയാണെന്ന് കണക്കാക്കുന്നു. ഞാൻ വിചാരിക്കുന്നു ഈ ഫുൾ കോഴ്സ് ഓഫ് മോഷനിലെ ഫൈനൽ പൊസിഷൻ എനിക്ക് ഇവിടെയാണ് വേണ്ടത്. സോ ഇവിടെ ഞാൻ കണക്കാക്കിയാൽ അവിടുത്തെ വി എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്തായിരിക്കും? സോ ഇതെന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷൻ ആണ്. സോ അവിടുത്തെ വി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഞാൻ ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി കൺസിഡർ ചെയ്യുന്നു. അവിടുത്തെ ഫൈനൽ വെലോസിറ്റി കൺസിഡർ ചെയ്താൽ എന്താണ്? അത് ഡൗൺവേർഡ് മോഷൻ അല്ലേ? സോ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും. എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ ഈ ഒരു കേസിൽ ഫൈനൽ വെലോസിറ്റി നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അത് നമ്മൾ എടുക്കുന്ന പോയിന്റ്, ആ ഒരു പാത്തിൽ എടുക്കുന്ന പോയിന്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. നമ്മൾ ഇവിടെയാണ് എടുക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും ഫൈനൽ വെലോസിറ്റി. ഇവിടെയാണ് എടുക്കുന്ന ഫൈനൽ വെലോസിറ്റി എങ്കിൽ അത് നെഗറ്റീവുമായിരിക്കും. ഓക്കെ, ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും നെഗറ്റീവ് തന്നെയായിരിക്കും. അതായത് -g ആയിരിക്കും. ഇതെപ്പോഴും ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും ആക്ട് ചെയ്യുന്നത് താഴേക്കായിരിക്കും. ഏതൊരു ബോഡിയുടെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൂലമുണ്ടാകുന്ന ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് താഴേക്കായിരിക്കും. സോ ദാറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ഞാൻ അടുത്തൊരു ബോഡി കൺസിഡർ ചെയ്യുന്നു. ഈ ബോഡി ഇവിടെ നിറയുവാണ്. ബോഡി ഇവിടെ നിറഞ്ഞ് നേരെ മോളിൽ പോയി നേരെ താഴെ വരുന്നു. പക്ഷെ ഞാൻ ഫിഗർ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അപ്വേർഡ് മോഷൻ ഡൗൺവേർഡ് മോഷൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഫിഗർ ഇങ്ങനെ വരച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഈ ഒരു മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ ആയിരിക്കും. ഇവിടെ നിന്നാണ് ഈ ബോഡി ട്രാവൽ ചെയ്യുന്നത്. അതാണ് ഞാൻ ഈ ആരോ കൊടുത്തേക്കുന്നത്. ഇവിടെ നിന്നാണ് ബോഡി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. സോ ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഓൾവേസ് പോസിറ്റീവ് ബിക്കോസ് ദാറ്റ് മോഷൻ ഈസ് അപ്വേർഡ് മോഷൻ. ഓക്കെ, ഇനി ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണക്കാക്കുന്നു. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഈ ബോഡി ഞാൻ ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് എറിഞ്ഞു, മുകളിൽ പോയിട്ട് തിരിച്ച് ഇനിഷ്യൽ പൊസിഷൻ തന്നെ ആ ബോഡി എത്തിയല്ലേ? അതായത് ഈ ബോഡിയുടെ ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷനും സെയിം ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കുമ്പോൾ ഒരു ബോഡിയുടെ ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷനും സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കുമ്പോൾ ഒരു ബോഡിയുടെ ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷനും സെയിം ആണെങ്കിൽ ആ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എ പർട്ടിക്കുലർ ടൈമിൽ 0 ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഈ ഒരു കേസിൽ ഈ ബോഡി ഈ ഒരു പോയിന്റിൽ നിന്ന് പോയി മുകളിലേക്ക് പോയി തിരിച്ച് ആ പോയിന്റിൽ തന്നെ തിരിച്ചെത്തി. പക്ഷെ വരച്ചിരിക്കുന്നത് നമ്മൾ ഡിഫറെന്റ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, സോ ഈ ഒരു കേസിലെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. ഇനി നമ്മൾ ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി പറയുവാണെങ്കിൽ, ഫൈനൽ വെലോസിറ്റി പറയുമ്പോൾ ഞാൻ ഇവിടുത്തെ ഈ ബോഡിയുടെ മൂവ്മെന്റ് ഇങ്ങനെ കൺസിഡർ ചെയ്യണം. ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ വി എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റി ഞാൻ ഈ ഒരു പോയിന്റിൽ കൺസിഡർ ചെയ്താൽ ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? ഇവിടെ അപ്വേർഡ് മോഷൻ ആണ്. പക്ഷേ ഞാൻ വി എന്ന് പറയുന്നത് ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ വി എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്ന് പറയുന്നത് ഇത് ഡൗൺവേർഡ് മോഷൻ ആണ്. സോ ഇവിടെയും എന്താണ്? വി ഒന്നുകിൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. വിക്ക് 2 ചാൻസും ഉണ്ട്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന പോയിന്റ് അനുസരിച്ച് ഫൈനൽ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത പറയുന്നു നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം എപ്പോഴും എന്താണ്? നെഗറ്റീവ് തന്നെയാണ്. കാരണം അത് എപ്പോഴും ആക്ട് ചെയ്യുന്ന ഡൗൺവേർഡ് ആണ്, ആക്ടിങ് ഡൗൺവേർഡ്സ് ആണ്. സോ ദാറ്റ് ഈസ് ഓൾവേസ് ഡൗൺവേർഡ്. സോ ദാറ്റ് ഈസ് റിട്ടൺ ആസ് -t. അതെപ്പോഴും നെഗറ്റീവ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഈ സൈൻ കൺവെൻഷൻ ഓർത്ത് വെച്ചോണേ. ഇനി നമ്മൾ അടുത്തൊരു കേസ് കൺസിഡർ ചെയ്യുന്നു. മറ്റേ പർട്ടിക്കുലർ ഹൈറ്റ് ഞാനൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഇരിക്കുകയാണ്. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഞാനൊരു ബോൾ എടുത്ത് മുകളിലേക്ക് എറിയുന്നു. എന്ത് ചെയ്യുന്നു? അപ്വേർഡ് ഡയറക്ഷനിൽ മുകളിലേക്ക് എറിയുന്നു. ആ ബോൾ പോയിട്ട് മുകളിൽ പോയിട്ട് നേരെ താഴെ വന്ന് വീഴുന്നു. ആ ഒരു കേസാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി ബോഡി ഇറങ്ങി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അതുപോലെ ബോഡി തിരിച്ചു പോകുന്ന റിട്ടേൺ പാത്താണ് ഇതെന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഈ ബോഡി ഇറങ്ങി തുടങ്ങുമ്പോൾ ഇതിന്റെ അപ്വേർഡ് ഡയറക്ഷനിലാണ് നമ്മൾ ആ ബോഡി മുകളിലേക്ക് എറിയുന്നത്. സോ ആ സമയത്ത് അപ്വേർഡ് ആണ്. സോ ഇനിഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടത്തെ ഈ ബോഡി ഞാൻ ഇവിടെ നിന്നാണ് എറിഞ്ഞത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എറിഞ്ഞപ്പോൾ ഇവിടം വരെ ഈ ബോഡി റെസ്റ്റിലാവുന്ന ഒരു പോയിന്റ് ആണല്ലോ. അറ്റ് എ പർട്ടിക്കുലർ ടോപ്പിൽ എത്തിയിട്ട് ആ ടോപ്പ് പൊസിഷനിൽ എത്തിയിട്ട് ആ ബോഡി ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലേക്ക് ഒന്ന് റെസ്റ്റിലാവും. വെലോസിറ്റി 0 ആവും.
എന്നിട്ട് മാത്രമേ അത് താഴേക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ദൂരം ഈ ബോൾ ട്രാവൽ ചെയ്തത് 10 മീറ്റർ ആണെന്ന് വെക്കുക. എത്രയാണ്? 10 മീറ്റർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മീറ്റർ ആണെന്ന് വെച്ചോളൂ. ഇനി ഞാൻ ഈ സെയിം പോയിന്റ് ഇങ്ങോട്ട് വരച്ചിട്ട് ഇവിടം വരെ ഇവിടം കൺസിഡർ ചെയ്യണം. സോ ഇവിടം വരെ ഈ ബോൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 10 മീറ്റർ തന്നെ ആയിരിക്കത്തില്ലേ? സോ 10 മീറ്റർ അപ്വേർഡ്, 10 മീറ്റർ ഡൗൺവേർഡ്. സോ +10 -10 ഇത് രണ്ടും കൂടെ ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കുമ്പോൾ എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇത് പ്ലസ് ഇതായിരിക്കും. അതിൽ ഇത് +10, ഇത് -10, അത് രണ്ടും ക്യാൻസൽ ആയി പോയി. പിന്നെ ബാക്കി ഇത്രേ വരുള്ളൂ. അതെന്ന് പറയുന്നത് ഇത്രയായിട്ട് നമ്മൾ എച്ച് ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ഈ എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? ഇത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് അല്ലേ? സോ ഈ എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. അപ്വേർഡ് ഡയറക്ഷനുള്ള +10 മീറ്ററും ഡൗൺവേർഡ് ഡയറക്ഷനുള്ള -10 മീറ്ററും ക്യാൻസൽ ആയി പോയി. ഇനി എന്തേ ഉള്ളൂ? ഡൗൺവേർഡ് ഡയറക്ഷനുള്ള ഈ എച്ച് എന്ന് പറയുന്ന പർട്ടിക്കുലർ ഹൈറ്റേ ഉള്ളൂ. അത് നമുക്ക് എത്ര ഹൈറ്റ് ആണോ ക്വസ്റ്റ്യൻ തരുന്നത് അത്രയായിരിക്കും. സോ ആ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആ ഡിസ്പ്ലേസ്മെന്റ് എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ അടുത്തത് വെലോസിറ്റിയുടെ കാര്യം പറയുന്നു. ഫൈനൽ വെലോസിറ്റിയുടെ കാര്യം പറയുന്നു. ഫൈനൽ വെലോസിറ്റി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് നമ്മൾ ഫൈനൽ വെലോസിറ്റി കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു പോയിന്റ് ഫൈനൽ വെലോസിറ്റി കൺസിഡർ കഴിഞ്ഞാൽ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും. കാരണം മോഷൻ അപ്വേർഡ് ആണ്. പക്ഷേ നമ്മൾ ഈ ഒരു പോയിന്റിലെ ഫൈനൽ വെലോസിറ്റി കൺസിഡർ ചെയ്താൽ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും. കാരണം മോഷൻ ഡൗൺവേർഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡൗൺവേർഡ് ആണ്. സോ വെലോസിറ്റി ഇവിടെ എന്താവാം? പോസിറ്റീവ് ആവും. ഒന്നിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആവും. നമ്മൾ എടുക്കുന്ന പോയിന്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. ആ പർട്ടിക്കുലർ പോയിന്റിലുള്ള ഫൈനൽ വെലോസിറ്റി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്, ഈ ഒരു സൈൻ കൺവെൻഷൻ വെച്ചിട്ട് വേണം അത് എഴുതാനുള്ളത്. ഓക്കെ, നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പറയുന്നു. അത് നമുക്കറിയാം എപ്പോഴും ഡൗൺവേർഡ്സ് ആണ്. സോ (g) ആണ്. എപ്പോഴും അതിന്റെ സിമ്പിൾ മൈനസ് തന്നെ ആയിരിക്കും. ഈ മൈനസ് സിമ്പിൾ സൂചിപ്പിക്കുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും? താഴേക്കായിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഗ്രാവിറ്റിയുടെ കേസിൽ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷന്റെ ചേഞ്ചസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇവിടെ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത് നമ്മുടെ ഈ സൈൻ കൺവെൻഷൻ മാത്രമാണ്. നമ്മളിവിടെ ഇനിഷ്യൽ വെലോസിറ്റിക്കും ഡിസ്പ്ലേസ്മെന്റിനും ഫൈനൽ വെലോസിറ്റിക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്കും ഒക്കെ ഓരോ സൈനുകൾ കൊടുത്തില്ലേ? ആ സൈനുകൾ എങ്ങനെ കൊടുത്തു എന്നതാണ് മാത്രമാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ആ സൈനുകൾ നമുക്ക് ആവശ്യമാണ്. കാരണം നമുക്കൊരു പ്രോബ്ലം ചോദിക്കുമ്പോൾ ഈ സൈനുകൾ ഇട്ട് തന്നെ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന ആൻസർ വ്യത്യാസമായി പോകും. ഓക്കെ അല്ലേ? സോ നമ്മുടെ ഗ്രാവിറ്റിയുടെ കേസിൽ നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷന്റെ ചേഞ്ച് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. 3 കേസുകളാണ് പറഞ്ഞത്: അപ്വേർഡ് മോഷൻ, ഡൗൺവേർഡ് മോഷൻ, ദെൻ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷൻ. അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷൻ അകത്ത് തന്നെ നമ്മൾ 3 സെപ്പറേറ്റ് കേസുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ എല്ലാ കേസുകളും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. വീഡിയോ ഒരു തവണ കേട്ടിട്ട് ഈ കേസുകൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ആവർത്തിച്ച് കണ്ട് ഈ സൈൻ കൺവെൻഷൻ, അതായത് ഈ സൈൻ എങ്ങനെയാണ് ഞാൻ കൊടുത്തത്, അത് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതൊരു കൺസെപ്റ്റ് ആണ്. അത് അതുപോലെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. കാരണം നമ്മുടെ പ്രോബ്ലംസ് പാർട്ട് വരുമ്പോൾ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ സൈൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. സൈൻ തിരിഞ്ഞു വന്നാൽ നമ്മുടെ ആൻസർ മാറിപ്പോകും. ഓക്കെ, നേരെ നമ്മൾ എടുക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയി പോകും. ഓക്കെ, സൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ സൈൻ കൺവേർഷൻ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യവുമാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബാക്കിയായിട്ട് വരുന്ന കുറച്ച് ഭാഗം കൂടിയുണ്ട്. കുറച്ച് ഭാഗം കൂടെ ആകുമ്പോൾ ഈ ചാപ്റ്റർ തീരുന്നതായിരിക്കും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും നന്ദി.